സന്നിധിയിലാണ് കേസ് നമ്മൾ നിൽക്കുന്നത്. നമോ നാരായണ. ഇത് വൈകുന്നേരമായി. അപ്പോൾ എന്താണ് നമ്മൾ മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്ര ഈ വഴിയിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മഞ്ജുലാലിൻ്റെ അവിടെ നിന്ന് കിഴക്കേ നടൻ്റെ ഇടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് എന്താണ് ഭക്തന്മാരുടെ തിരക്ക് കണ്ടില്ലേ. നല്ല എന്താ പറയുക, കണ്ണൻ്റെയും രാധൻ്റെയും വേഷം കെട്ടിയിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ അതിമനോഹരമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇതുവരെ നമ്മൾ അല്ലേ ജന്മാഷ്ടമിക്ക് നമ്മൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇന്ന് എന്തായാലും വരാൻ പറ്റി. ഭയങ്കര സന്തോഷം തോന്നുന്നു. നല്ല രസമുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ തന്നെ പാലക്കാട് നിന്ന് വന്ന് ഭഗവാന്റെ അല്ലേ നല്ല രസമുണ്ട് ഇന്നത്തെ ദിവസം കേട്ടോ കേസ്. അപ്പോൾ എന്താ പറയുക, നമ്മളിന്ന് ഭഗവാന്റെ ഈ സന്നിധിയിൽ നിന്ന് നമ്മൾ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കിഴക്കേനടൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് തിരക്കണ ഈ ഭാഗത്ത് കണ്ടില്ല. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ കടകളുടെ രണ്ട് ഭാഗത്തായിട്ടും ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഞങ്ങളും ആ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാഴ്ച. ഉള്ള നമുക്ക് മയിൽപ്പീലി കുട്ടികളാണല്ലോ ഇതേപോലെ നല്ല ഭംഗിയിൽ കണ്ണൻ്റെയും രാധൻ്റെയൊക്കെ വേഷം കെട്ടിയിട്ട് അത് കാണാനും രസമുണ്ട്. ഘോഷയാത്ര ആ ഭാഗത്തു നിന്നാണ് വരുന്നത്. പിന്നെ അങ്ങനെ വന്നിട്ട് നമ്മുടെ കിഴക്കേനടൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് അവിടെ നിന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. ഇനി എന്തൊക്കെ വേഷങ്ങളൊക്കെയാണ് വരുന്നത് നോക്കാട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കണ്ണൻ്റെ വേഷം കെട്ടിയിട്ട് ഒരു കുട്ടി ഇതാ പോകും അല്ലേ. ഡയറി മിൽക്ക് തിന്നുന്ന കണ്ണൻ. കരയാണ്. അതെ, ആനന്ദമൂർത്തിയായി ഭക്തർക്ക് ഭീഷ്ടം പകരുവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് മണ്ണിൽ കലവികൊണ്ട പുണ്യൻ സുദിനം. മാനവ മാനസത്തിൽ മായാതെ നിൽക്കുന്ന മായാമയനായ ശ്രീകൃഷ്ണൻ അധർമ്മത്തിന്റെ ഭേദമന്യേ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ ചിന്തയോടുകൂടി ഗുരുഭവനപുരിയിലേക്ക് ഒന്നായി ചേർന്ന് സാക്ഷാൽ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരപ്പന്റെ മടിത്തട്ടിലേക്ക് ഒരേ ചിന്തയെ ഘോഷിപ്പിച്ചുകൊണ്ട് ഒരേ ചിന്തയെ പ്രണമിച്ചുകൊണ്ട് കണ്ണനെ കണ്ടുകൊണ്ടിതാ കണ്ണൻ പുണ്യഭൂമിയിലേക്ക് വരികയാണ്. ഈ സായന്തനത്തിന്റെ ആനന്ദ വിസ്മയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് കടന്നു വരികയാണ്. കാലിവീച്ചും കോലക്കുഴൽ വിളിച്ചും ഗോപികമാരുടെ മാനസചൂരനായ കണ്ണൻ മനസ്സുകളിൽ നിറഞ്ഞുകൊണ്ട് വരികയാണ്. ആനന്ദത്തിന്റെ അമൃതാശ്രമിച്ച് ഗോകുലം വരവേറ്റ കണ്ണനെ മനസ്സിൽ ചേർത്തു നിർത്തി ആഘോഷമാക്കുകയാണ് ഈ പുണ്യസുദിനം. ഉറിയടിച്ചും മുരൽ വലിച്ചു നടന്ന ഉത്തമ ബാല്യത്തിന്റെ പ്രതീതമായി തീർന്ന ഉണ്ണിക്കണ്ണനെ മനസ്സാസ്മരിച്ചുകൊണ്ട് മണ്ണു തിന്ന വായുവിൽ യശോദയാം അമ്മയ്ക്ക് വിശ്വപ്രപഞ്ചത്തെ കാണിച്ചു കൊടുത്തവന്റെ പുണ്യഭൂമിയിലേക്ക് ഇതാ. വേദങ്ങളെ
മത്സ്യങ്ങളെ തട്ടിയെടുത്തുകൊണ്ട് സമുദ്രത്തിൽ ഒളിച്ച ഹയഗ്രീവനെ വധിക്കാൻ മത്സ്യമായി അവതരിച്ചതല്ലേ ഭഗവാനെ നീ? പാലാഴി മഥനവേളയിൽ കടലിൽ താണുപോകാൻ തുടങ്ങിയ മന്ദരപർവ്വതത്തെ ഉയർത്താൻ പൂർണ്ണമായി അവതരിച്ചതും നീയല്ലേ? ഭൂമിയെയും കൊണ്ട് പാതാളത്തിലേക്ക് പോയ driver mode. ഇവൻ ഇത്രയും ഭീരുവാണെന്ന് നാം അറിഞ്ഞേയില്ല. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട പാവം സോദരി പൂതനയുടെ വിരിമാറും നുകർന്ന് ചോരയും നീരും വലിച്ചെടുത്ത് നിഷ്കരണം ആ കള്ളകൃഷ്ണൻ വധിച്ചു എന്നറിഞ്ഞപ്പോ മുതൽ നാം നിന്റെ മരണം ഉറപ്പിച്ചു കഴിഞ്ഞു.
കഴിഞ്ഞില്ല. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട മറ്റ് പല സോദരങ്ങളെയും എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. അഘാസുരൻ, മുസ്തികൻ, ചാണൂരാൻ, ശകടാസുരൻ, അങ്ങനെ ഓരോരുത്തരെയും നീ നിഷ്കരുണം വധിച്ചില്ലേ? നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം നാം സഹിച്ചു കഴിഞ്ഞു. വയ്യ, ഇനി വയ്യ. ഇനി നിന്റെ മരണം എന്റെ ഈ കൈകളിലൂടെ മാത്രം. എവിടെ എവിടെ അവനെ കൊല്ലണം, എനിക്കവനെ കൊല്ലണം. ഭയമാണ് അവൻ എന്നെ ഭയമാണ്. ഹേ കള്ളകൃഷ്ണ, നാം തീരുമാനിച്ചു കഴിഞ്ഞു നിന്റെ മരണം. നീ എന്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് എനിക്കത് അനുഭവിച്ചാനന്ദിക്കണം. അങ്ങനെ എനിക്ക് ആസ്വദിക്കണം. നമ്മെ ഭയന്ന് ഏത് ത്രിലോകങ്ങളിൽ പോയി ഒളിച്ചാലും നാം നിന്നെ കണ്ടെത്തി വധിച്ചിരിക്കും. നിന്റെ ദാരുണാന്ത്യം കണ്ട് ആസ്വദിക്കുവാൻ ഈ മധുരാപുരിയുടെ ജനങ്ങൾ കാത്തിരിക്കുന്നു. വാ വാ കണ്ണ വാ. അങ്ങയുടെ മുന്നിൽ തന്നെ. ഹേ മാതുല, അങ്ങ് എന്തിനാണ് ഇങ്ങനെ രോഷാകുലനാകുന്നത്? ശാന്തനായാലും. മാതുല, ഞാൻ എന്റെ കളിക്കൂട്ടുകാർക്കൊപ്പം കളിച്ച് രസിക്കുക. നോക്കൂ, ഗോപികമാർ എനിക്കായി കരുതിയ വെണ്ണയും പാലും മുറുതൈരും എല്ലാറ്റിനും ഉഗ്രപ്രതാപിയായ മൂകാസുരൻ മഹാദേവനെ ധ്യാനിച്ചു, ശക്തികൾ പ്രാപിച്ചു. ശക്തികൾ ഉപയോഗിച്ച് 3 ലോകങ്ങളും കീഴടക്കുവാനുള്ള ദുസ്സാഹസവും അവനിലുണ്ടായി. മൂകാസുരന്റെ അക്രമങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ ഇന്ദ്രദേവാദികളും സപ്തർഷികളും അമ്മ മഹാമായ പാർവതീദേവിയിൽ അഭയം പ്രാപിച്ചു. ഇന്ദ്രദേവാദികളുടെയും സപ്തർഷികളുടെയും ദയനീയത മനസ്സിലാക്കിയ ദേവി ശക്തി സ്വരൂപമായ വീരഭദ്രയായി മൂകാസുരനെ വധിക്കുന്നു. These songs are to 360
ഘോഷയാത്ര കൊല്ലം അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഗുരുവായൂരായിരുന്നു. അടിപൊളിയായിരുന്നു എൻ്റെ കേസ്. നല്ലൊരു എന്താ പറയുക, ഓരോ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ കേസ്. നമുക്ക് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഇന്നത്തെ ഈ രാത്രിത്തെ തിരക്കും കൂടി കാണിക്കട്ടെ കേസ്. നിർത്താലേ ഈ വീഡിയോ? ഓക്കെ. തിരക്കുണ്ടല്ലേ ഉള്ളിലും തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇവിടെ വന്നാണ്. ഇന്ന് രാവിലെയും തൊഴുതാൻ വേണ്ടി വന്നിരിക്കുന്നല്ലേ. ഗണപതിൻ്റെ അവിടെ പോയി തൊഴുതിയിട്ട് നാളികേരമൊക്കെ അടച്ചിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി പന്തിരടി പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 മണിക്ക് പോവാണ്ട് ഇവിടെ നിൽക്കുകയാണ് അല്ലേ.